അഗ്നിപരീക്ഷയുടെ എപ്പിസോഡിലേക്ക് ലാലേട്ടനും എങ്ങനെയാണെന്നല്ലേ. അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 3 ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ 40 പേരെ സെലക്ട് ചെയ്തു. അതിൽ 20 പേരെ വെച്ചിട്ടുള്ള കുറേ ടാസ്കുകൾ നടത്തി. പിന്നെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ടാസ്കുകളുടെ ആരംഭത്തിൻ്റെ സമയത്താണ് റിനീഷ പറയുന്നത്, നിങ്ങളോട് ഒരാൾക്ക് കുറച്ച് മെസ്സേജ് പറയാനുണ്ടെന്ന്. അങ്ങനെയാണ് ലാലേട്ടൻ അഗ്നിപരീക്ഷയിലേക്ക് വരുന്നത്. അഗ്നിപരീക്ഷയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അഗ്നിപരീക്ഷയുടെ ഫ്ലോറിലേക്കല്ല വരുന്നത്, ഒരു മെസ്സേജായിട്ട് ഒരു വീഡിയോ ക്ലിപ്പിലൂടെയാണ് ലാലേട്ടൻ വരുന്നത്. ഈ ക്ലിപ്പ് നേരത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ ലാലേട്ടൻ മത്സരാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്ക് കാല് പൊള്ളാതെ തീയിലൂടെ നടക്കാൻ പറ്റുന്നെങ്കിൽ, ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഈ അഗ്നിപരീക്ഷയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ ഈ അഗ്നിപരീക്ഷയിലൂടെ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ മെയിൻ സീസണിലേക്ക് കയറാം എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ അതിൽ ലാലേട്ടൻ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിൽ ഈ ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ലാലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ടാസ്കുകൾ ബിഗ് ബോസിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും അത്ര എളുപ്പമായില്ല, എല്ലാ ടാസ്കുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് ലാലേട്ടൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ലാലേട്ടൻ ഈ അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളോടായിട്ട് പറയുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ പ്രസൻസ് മത്സരാർത്ഥികൾക്കിടയിൽ പുതിയൊരു ഊർജ്ജം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ആദ്യത്തെ ഒരു 40 പേരിൽ 20 പേര് പെട്ടെന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അവർക്ക് തന്നെ കുറച്ചൊരു പേടിയും ഒരു ഉന്മേഷവും കൂടി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാമത്തെ ആ മാറ്റി നിർത്തപ്പെട്ട 20 പേരുടെ ടാസ്ക്കായിരുന്നു കൂടുതൽ രസകരം എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ലാലേട്ടൻ്റെ ഈ മെസ്സേജോടുകൂടി എപ്പിസോഡ് കുറച്ചും കൂടി മത്സരവീര്യം മുറുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ആ ലാലേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ള ടാസ്കുകൾ, അത് എങ്ങനെയാണ് മത്സരാർത്ഥികൾ നേരിടാൻ പോകുന്നത്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കുമോ. ഇങ്ങനെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. താങ്ക് യു.